കൊങ്കരയുടെ സംവിധാനത്തിൽ ശിവകാർത്തിയും പ്രധാന വേഷത്തിലെത്തി. രവി മോഹൻ അഥർവ ശ്രീലീല എന്നിവരാണ് മറ്റു പ്രധാന വേഷത്തിലെത്തുന്നത്. പരാശക്തി എന്നാണ് സിനിമയുടെ പേര്. സിനിമ ഇറങ്ങിയത് 10-ാം തീയതിയാണ്. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം, എൻ്റെ പൊന്ന് പ്രേക്ഷകരെ, ഈ സിനിമ 10-ാം തീയതിയാണ് റിലീസ് ചെയ്തത്. 10-ാം തീയതി വൈകിട്ട് ഇതിൻ്റെ തിയേറ്റർ കോപ്പി പുറത്തു വന്നു. ഇതിൻ്റെ തിയേറ്റർ കോപ്പി പുറത്തു വന്നിട്ട് വളരെ അവിചാരിതമായിട്ട് കഴിഞ്ഞ ദിവസം ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു യാത്രക്കാരൻ ഈ പച്ച വെളിച്ചത്തിൽ നാട്ടുകാരുടെ ഒക്കെ മുമ്പിൽ തൻ്റെ ഫോണിൽ ഈ പരാശക്തിയുടെ തിയേറ്റർ പ്രിൻ്റ് ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് ഞാൻ സാക്ഷിയായി. ഇയാൾ ഇങ്ങനെ തിയേറ്റർ പ്രിൻ്റ് കണ്ട് ഭയങ്കര ആസ്വദിച്ചാണ്. അതായത് ഇങ്ങനെ ഒളിച്ചും മറച്ചൊന്നുമില്ല. തലേ ദിവസം റിലീസ് ചെയ്തുള്ളൂ പടം. ആ ഫോണും വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കാണുക. എങ്ങനെ ഇതിനുള്ള ധൈര്യം വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് കോമണായി മാറി എന്നുള്ളതാണ്. അതായത് നിങ്ങളൊരു വീട്ടിലിരുന്ന് കാണുകയോ, ഇത് ഒന്നാമത്തെ കാര്യം തിയേറ്റർ പ്രിൻ്റുകൾ കാണരുത്. ഇറ്റ്സ് പൈറേറ്റഡ് കോപ്പി. ഡോണ്ട് വാച്ച് തിയേറ്റർ പ്രിൻ്റ്. എന്ത് സുഖമാണ് ഇതിന് കിട്ടുന്നത് മനസ്സിലാവില്ല. ഒരു ക്ലാരിറ്റി ഇല്ലാത്ത സ്ക്രീനിൽ തിരശ്ശീലയിൽ കിടന്ന് കളിക്കുന്ന ഒരു സാധനം ആരോ മൊബൈലിൽ പകർത്തിയിട്ട് ആ മൊബൈലിൽ കിടക്കുന്ന വിഷ്വൽ ഈ ആളുകളുടെ ചാറ്ററിങ്ങും നിലവിളിയും എല്ലാം കൂടെ ചേർന്നിട്ട് നമ്മൾ ഈ ഫോണിൽ കാണുന്നതിൽ എന്ത് സുഖമാണ് കിട്ടുക. ഒരു 150 രൂപ മുടക്കിയിട്ട് അല്ലെങ്കിൽ 110 രൂപ മുടക്കിയിട്ട് ഒരു സിനിമ കാണാൻ വയ്യാത്തവന് ആ സിനിമ കാണണ്ട. ജാസ്റ്റ് സിമ്പിൾ ആസ് ദാറ്റ്. അല്ലെങ്കിൽ വെയിറ്റ് ഫോർ ടു കം ഫോർ OTT. നിങ്ങൾ ഈ സിനിമ ഈ തിയേറ്റർ ഡിസ്ട്രോയിങ് ദി ഇൻഡസ്ട്രി. അത് ഇൻഡസ്ട്രി മാത്രമല്ല, സിനിമ മേഖലയെ തന്നെ തകർക്കുകയാണ്. ഒന്നാമതേ ഭയങ്കരമായ ക്രൈസിസിലാണ് സിനിമ ഇൻഡസ്ട്രി പോകുന്നത്. നിർമ്മാതാക്കൾക്ക് ഫണ്ടില്ല, ഫണ്ടുണ്ടെങ്കിൽ തന്നെ തിരിച്ച് ലാഭമില്ല, പുതിയ നിർമ്മാതാക്കൾ വരുന്നില്ല. ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ തിയേറ്റർ പ്രിൻ്റും കോപ്പിയും കൂടെ കണ്ടുകൊണ്ട് ഡോണ്ട് കിൽ ദിസ് ഇൻഡസ്ട്രി. എന്തിനാണെന്ന് മനസ്സിലാവുള്ളൂ. അത് ആദ്യം പറയണം. ഇത് തിയേറ്ററുകളിൽ പോയി കാണേണ്ട സിനിമ തിയേറ്റർ റിലീസ് ചെയ്ത് അത് തിയേറ്ററിൽ പോയി കാണേണ്ട പടം എടുത്തുകൊണ്ട് വന്ന് ഫോണിൽ കണ്ട് അത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എടുത്ത് കാണുന്നു. അത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു പേടിയില്ല, ഭയമില്ലാതെ ഇരുന്ന് ട്രെയിനാണ്, പോലീസ് ഓഫീസേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കാറുണ്ട്. ഒരു ഭയവുമില്ല, അങ്ങിരുന്ന് കാണുകയാണ്. അത് ആസ്വദിച്ചിരുന്ന് കാണുന്നു. ഭയങ്കര വിഷമമായിട്ട് തോന്നിപ്പോയ ഇൻസിഡൻ്റ് ആയിരുന്നത്. അത് പരാശക്തിയായിരുന്നു. തിയേറ്റർ പ്രിൻ്റ് പിന്നീടാണ് ഞാൻ അറിയുന്നത് ഭയങ്കരമായി ലീക്കായിട്ടുണ്ട്, പലരിലേക്ക് ഇത് പോയിട്ടുണ്ട്. അത് പരാശക്തി മാത്രമല്ല, ഏത് പടം ഇറങ്ങിയാലും ഇതുപോലെ വീഡിയോ ഷൂട്ട് ചെയ്യുകയും അത് പിന്നീട് ലീക്ക് ചെയ്യുന്നതൊക്കെ കുറേ ടീമുകളുണ്ട്. ഇത് നമ്മൾ എത്ര വാർത്തകൾ നമ്മൾ എത്ര തവണ ഇതുപോലെ ഡിസ്കസ് ചെയ്തു, എത്ര സിനിമകൾക്ക് ഇതുപോലെ ഡിസ്കസ് ചെയ്തു. ഫ്രം മലയാളം മൂവീസ് ടു തമിഴ് മൂവീസ് ടു ഹിന്ദി മൂവീസ് ടു ഇംഗ്ലീഷ് മൂവീസ് എത്രയോ പടങ്ങൾ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. ഒരു ശക്തമായ നടപടി എടുക്കാതെ ഇതിലൊരു കാര്യം ഉണ്ടാകാൻ പറ്റില്ല. നടന്നൊരു സംഭവം പറഞ്ഞതേ ഉള്ളൂ, കണ്ണുകൊണ്ട് കണ്ടതുകൊണ്ട് പറഞ്ഞു എന്നത് മാത്രം. ഇനി കാര്യത്തിലേക്ക് വരാം. പരാശക്തി ഒരു മിക്സഡ് ഒപ്പീനിയനായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശിവകാർത്തികേയൻ്റെ 25ാമത്തെ സിനിമയാണ്. ശിവകാർത്തികനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായൊരു സിനിമയും കൂടിയാണ്. ഇത് ആദ്യം അനൗൺസ് ചെയ്തത് സൂര്യ, ദുൽഖർ സൽമാൻ, നസ്രിയ എന്നിവരെയൊക്കെ വെച്ചിട്ടാണ്. പിന്നീട് ഈ കാസ്റ്റ് മൊത്തത്തിൽ മാറി, കാസ്റ്റ് മൊത്തത്തിൽ പോയി. ഈ കാസ്റ്റ് മൊത്തത്തിൽ പോയിട്ടാണ് പുതുതായിട്ട് രവി മോഹനെ കൊണ്ടുവരുന്നത്, അഥർവയെ കൊണ്ടുവരുന്നത്, ശ്രീലീലയെ കൊണ്ടുവരുന്നത്, ശിവകാർത്തികേയൻ ലീഡ് ചെയ്യാമെന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണ് പരാശക്തിയുടെ ജനനം. ഈ പരാശക്തി ഏകദേശം 82 ദിവസത്തോളമാണ് ഷൂട്ട് ചെയ്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു ഫീമെയിൽ ഡയറക്ടർ. ആ ഫീമെയിൽ ഡയറക്ടർ എന്ന് പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്, ബട്ട് ഇറ്റ്സ് എ ഫീമെയിൽ ഡയറക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് സംസാരിക്കാം. ലെറ്റ് ഇറ്റ് ബി. ഫീമെയിൽ ഡയറക്ടർ 82 ദിവസത്തിൽ ഇത്രയും വലിയ ക്യാൻവാസിൽ, ആൻഡ് മോർ ഓവർ ആ ഒരു ലേഡി ഡയറക്ടറിൻ്റെ ഓഡിയോ ലോഞ്ച് ഫംഗ്ഷൻ നിങ്ങൾ കണ്ടോ? ഡോണ്ട് കമ്പയർ ഇറ്റ് വിത്ത് ജനനായകൻ. അങ്ങനെ ഒരു കമ്പാരിസൺ അല്ല പറയുന്നത്. ലേഡി ഡയറക്ടേഴ്സ് ഫിലിം ഹാസ് എ ബിഗ് ഓഡിയോ ലോഞ്ച് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ഭയങ്കരമായൊരു സന്തോഷം നൽകുന്നൊരു കാര്യമായിരുന്നു. പരാശക്തിയുടെ ഓഡിയോ ലോഞ്ച് അതിഗംഭീരമായിട്ട് നടന്നൊരു കാര്യമാണ്. ആൻഡ് ഈ സിനിമയുടെ ബഡ്ജറ്റ്, ഈ സിനിമ സംസാരിച്ച പോളിറ്റിക്സ്, ഇതൊക്കെ, അതായത് ഹിന്ദി ഒരു നാഷണൽ ലാംഗ്വേജ് ആണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനൊരു സംഭവം ഇല്ല എന്നത് മാത്രമല്ല, നമ്മുടെ കൾച്ചേഴ്സ്, ട്രഡീഷൻസ് എല്ലായിടത്തും ഓരോന്നും ഡിഫറൻസ് ആണ്. ദാറ്റ് ഈസ് വൈ ഇന്ത്യ ഈസ് ഇന്ത്യ. ഇന്ത്യ എന്തുകൊണ്ട് ഇന്ത്യ ആകുന്നു? ഇന്ത്യ എന്തുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ സ്നേഹിക്കുന്നത്, പല ടൂറിസ്റ്റേഴ്സും വരുന്നത്? ബിക്കോസ് എല്ലായിടത്ത് പോകുമ്പോഴും അവരുടേതായ കൾച്ചറൻസ് ഉണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ എത്ര ട്രഡീഷൻസ് ഉണ്ട്, എത്ര കൾച്ചേഴ്സ് ഉണ്ട്. ഒരു സ്റ്റേറ്റിലെ കാര്യം പറയുന്നത്, സ്വന്തം ഭാഷ റൂട്ടഡായിട്ട് കൊണ്ടുപോയി പ്ലേസ് ചെയ്യുന്ന ഒരു വലിയ പൊളിറ്റിക്സ് ഈ സിനിമ സംസാരിക്കുന്നുണ്ട്. ഒരു ഭാഷ ഇമ്പോസ് ചെയ്യുന്ന ആളുകളിൽ എതിരായിട്ട് ഈ സിനിമ സംസാരിക്കുന്നുണ്ട്. കൃത്യമായ രാഷ്ട്രീയം ഈ സിനിമ സംസാരിക്കുന്നുണ്ട്. ആൻഡ് ഇതെല്ലാം വന്നേക്കുന്ന രീതി വാസ് നൈസ്. റൊമാൻറ്റിക് ട്രാക്ക് ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നി. കാരണം ഈ സിനിമയുടെ ഒരു പ്രധാന ക്രക്സിന്ന് ഒന്ന് വ്യതിചലിച്ച് പോകുന്നതായിട്ട് തോന്നിപ്പോയി ഇതിൻ്റെ റൊമാൻറ്റിക് ട്രാക്ക്. ബട്ട് ഈ സിനിമ സംസാരിക്കപ്പെടണം, ഈ സിനിമ ഒരുപാട് പേരിലേക്ക് എത്തണം എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട്. ഒന്നാമത് ഇത് സുധാ കൊങ്കരയുടെ സ്ട്രോങ് ഏരിയ ആണ്. സ്ട്രോങ് ഏരിയ എന്ന് പറയാൻ കാര്യം ഇതൊരു പീരിയഡ് ഫിലിമാണ്.
സൂര്യ പോട്ടർ എന്താ ചെയ്തതെന്ന് നമുക്കറിയാം. 2 ഭയങ്കരമായി ഇമോഷണൽ ഡെപ്തുള്ള സിനിമയാണ്. സുധാ കൊങ്കരയുടെ സ്ട്രോങ് ഏരിയയാണ്. ആ ഇമോഷണൽ ഡെപ്ത്നെസ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളാണ് സുധാ കൊങ്കര. അത് ഡെലിവർ ചെയ്തിട്ടുമുണ്ട്. പലരും പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് SKയുടെ പെർഫോമൻസ് ആണ്. ഇഫ് സൂര്യ ആയിരുന്നുവെങ്കിൽ ഇത് വേറൊരു തലത്തിലേക്ക് പോയേനെ എന്നുള്ളത്. SK വാസ് നൈസ്. SK അതിഗംഭീരമാക്കി എന്നൊന്നുമല്ല പറയുന്നത്, പക്ഷേ SK രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇഫ് സൂര്യ എന്നുള്ള ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. സൂര്യ അല്ല, നമ്മളൊരു ആർട്ടിസ്റ്റിന് അയാൾ ആയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് ചിന്തിക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അവിടെ എന്നാൽ പോലും SKയുടെ പാട്ട് ക്ലിയറാക്കി, രവി മോഹൻ അതിഗംഭീരമാക്കി എന്നുള്ളതാണ് പേഴ്സണലി ഫീൽ ചെയ്തത്. രവി മോഹൻ്റെ അഭിനയത്തെ പറ്റി 2 അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്നൊരു സാഹചര്യമാണ് പരാശക്തി വരുന്നത്. പക്ഷേ ഈ സിനിമ സംസാരിക്കപ്പെടുന്ന വിഷയത്തെക്കാൾ കൂടുതൽ ഈ സിനിമയുടെ തിയേറ്റർ പ്രിൻ്റൊക്കെ ആളുകൾ ഇരുന്ന് കാണുമ്പോഴാണ് വിഷമം വരുന്നത്. അതുപോലെ ഈ സിനിമ മാത്രമല്ല, ലെറ്റ് ഇറ്റ് ബി എനി ഫിലിം, ഏത് സിനിമയോ ആയിക്കോട്ടെ, അത് തിയേറ്ററിൽ ഇറങ്ങി അടുത്ത ദിവസം തിയേറ്റർ പ്രിൻ്റ് കാണാൻ നിൽക്കുന്ന ആളുകളാണോ നിങ്ങളെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ സിനിമ കാണരുത്. ഈ തിയേറ്റർ പ്രിൻ്റ് കാണുന്ന ഈ തിയേറ്റർ പ്രിൻ്റ് എടുക്കുന്നവരെക്കാളും അല്ലെങ്കിൽ അതേപോലെ ഒരു കുറ്റകൃത്യമാണ് നിങ്ങൾ കാണുന്നതും. നമ്മൾ എത്രയോ സിനിമകൾക്ക് ഇതുപോലെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. വിഷമം വരും. നമ്മളൊക്കെ സിനിമ കാണുക അല്ലെങ്കിൽ സിനിമയുടെ ബ്രാൻഡ് അംബാസിഡറായിട്ട് നിന്ന് സംസാരിക്കുന്ന അങ്ങനത്തെ പരിപാടിയൊന്നുമല്ല. പക്ഷേ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണുമ്പോൾ അത് ആ സിനിമയ്ക്കും കൂടി കൊടുക്കുന്ന റെസ്പെക്റ്റാണ്. അത് റെസ്പെക്റ്റിനേക്കാൾ ഉപരി അതൊരു ബേസിക് കാര്യമാണ്. ഒരു സിനിമ തിയേറ്ററിൽ വരുമ്പോൾ ഓക്കെ, നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല, OTT വരട്ടെ, നിങ്ങൾ കണ്ടോളൂ. OTTയിൽ വന്നിട്ട് നിങ്ങൾ കാണും. അല്ലാതെ നിങ്ങൾ ആ തിയേറ്റർ പ്രിൻ്റ് കണ്ട് അത് സർക്കുലേറ്റ് ചെയ്ത് അത് ആളുകൾ കാണിക്കാൻ പ്രേരിപ്പിച്ചു, വന്ന് പ്രിൻ്റ് വന്ന് വാ കാണാം. എനിക്ക് വിജയ് പറയുന്ന പോലെ വാട്ട് ബ്രോ എന്നൊക്കെ ചോദിക്കാനുള്ളൂ. അത് ഒരു ഭാഗത്ത് നിൽക്കട്ടെ. പക്ഷെ എന്നാൽ പോലും പരാശക്തി ഈസ് റൂളിങ് തിയേറ്റേഴ്സ്. പറഞ്ഞതുപോലെ തന്നെ ജനനായകൻ റിലീസ് ഇല്ല, അപ്പോൾ ഒരു ഫ്രീ സ്പേസ് ഉണ്ട്. പ്രഭാസിൻ്റെ സിനിമയായ രാജാസാബ് കാണാൻ ആൾ കുറവാണ്, കാരണം ഭയങ്കരമായ നെഗറ്റീവ് റിവ്യൂസ് രാജാസാബിനുണ്ട്. പേഴ്സണലി ആ സിനിമ കണ്ടിട്ടില്ല, അതുകൊണ്ട് അത് കാണാൻ ആളുകൾ വളരെ കുറവാണ്. പരാശക്തിക്ക് ആളുകൾ കയറുന്നൊരു സാഹചര്യമുണ്ട്. തമിഴ്നാട്ടിൽ നല്ലോണം കളക്ഷൻസുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പരാശക്തിക്ക് നല്ലൊരു ഫ്രീ സ്പേസ് ഉണ്ട്. അത് യൂട്ടിലൈസ് ചെയ്യാൻ പരാശക്തിക്ക് സാധിക്കും എന്നുള്ളതാണ് വരുന്ന ബുക്കിങ്സിലും മനസ്സിലാക്കാൻ പറ്റുന്നത്. SK അമരനിൽ ചെയ്തതുപോലൊരു റൺ ഈ പടത്തിനും ഉണ്ടാകുമെന്നാണ് ശിവകാർത്തികേയൻ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.